കൊച്ചി കൊച്ചിയുടെ ഹോട്ടലിൽ നിന്ന് പോലീസിനെ ഭയന്ന് ഷൈൻ ടോം ചാക്കോ ചാടി ഓടിയ സംഭവത്തിന് ശേഷം മാതാപിതാക്കളുടെ വാക്ക് അനുസരിച്ചായിരുന്നു നടൻ്റെ ജീവിതം. ലഹരി ഉപയോഗിച്ചിരുന്നതായി സമ്മതിച്ച ഷൈൻ പിതാവ് CP ചാക്കോയും അമ്മയും സദാ ഒപ്പമുണ്ടായിരുന്നു. യാത്ര പോകുമ്പോഴും താമസ സ്ഥലത്തും എല്ലാം പിതാവ് ഷൈൻ കൂട്ടുപോയി. ബാംഗ്ലൂരിലേക്ക് കാറിലുള്ള യാത്രയും ഷൈൻ വേണ്ടിയായിരുന്നു. തൊടുപുഴയിൽ ലഹരി വിമുക്ത ചികിത്സ പൂർത്തിയാക്കിയ ഷൈനെ പുനരധിവാസത്തിൻ്റെ ഭാഗമായാണ് ബാംഗ്ലൂരിലെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയത്. കൊച്ചി ഹോട്ടലിലെ സംഭവത്തിന് ശേഷം ഷൈന് മുറി കൊടുക്കാൻ ഹോട്ടലുകാർ കഴിവ് പറഞ്ഞിരുന്നതായും വീട്ടുകാർ പറയുന്നു. പല ഹോട്ടലുകളിലും റൂമെടുക്കാൻ വിളിക്കുമ്പോൾ എല്ലാം ഫുൾ ആയി എന്ന മറുപടിയാണ് കിട്ടിയത്. ഈ മറുപടി കേട്ട് ഷൈനെ പോലെ തന്നെ മാതാപിതാക്കളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. പൊതുസ്ഥലത്ത് പോകുമ്പോൾ കുറ്റവാളിയെപ്പോലുള്ള നോട്ടങ്ങളും സഹിച്ചില്ല. ബാംഗ്ലൂരിലേക്ക് വിമാനയാത്ര ഒഴിവാക്കിയാണ് ഈ തുറിച്ചുനോട്ടം ഭയന്നാണ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള മകനെ തീവ്രമായ ആഗ്രഹത്തിന് തുണയായാണ് CP ചാക്കോയും അമ്മയും ഒപ്പം പോയത്. അടുത്ത ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ബാംഗ്ലൂരിൽ ആയതുകൊണ്ട് തന്നെ യാത്ര ഉറപ്പിച്ചു. അത് ദുരന്തത്തിൽ കലാശിക്കുകയും ചെയ്തു. ഇന്നലെ രാത്രി 10 മണിയോടെ എറണാകുളത്തു നിന്നും ബാംഗ്ലൂരിലേക്ക് ഇവർ യാത്ര തിരിച്ചത്. പുലർച്ചെ 6 മണിയോടെ സേലത്ത് വെച്ചാണ് അപകടമുണ്ടായത്. ഷൈൻ്റെ വലത് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. അമ്മയും സഹോദരനും ഷൈൻ്റെ സഹായിക്കും ചെറിയ പരിക്കുകളുണ്ട്. ഇവരെ ധർമ്മപുരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷൈനയും സഹോദരങ്ങളും ചേർത്ത് ഓപ്പീസ് എന്ന സിനിമ നിർമ്മിക്കാൻ അണിയറ പ്രവർത്തനം നടത്തുന്നതിനിടെയാണ് പിതാവ് ചാക്കോയുടെ വിടവാങ്ങൽ. 3 ദിവസം മുമ്പാണ് സിനിമയ്ക്ക് വേണ്ടി ചാക്കോ കരാറുണ്ടാക്കിയത്. മറ്റൊരു നിർമ്മാതാവ് നിർമ്മിച്ച സിനിമ ഇടയ്ക്ക് വെച്ച് മുടങ്ങിയതോടെ ആ നിർമ്മാതാവിൽ നിന്ന് സിനിമയുടെ അവകാശം വാങ്ങിയെടുക്കുകയായിരുന്നു. ഈ കരാറുമായി ഫിലിം ചേംബറിനെ സമർപ്പിക്കാനിരിക്കെ ദുരന്തം. ഷൈനും സഹോദരനും ഒരുമിച്ച് അഭിനയിക്കുന്ന ഓപ്പീസ് സംഖ്യയിൽ സാക്ഷാത്കരിക്കാൻ കഴിയാതെയാണ് മടക്കം. അതേസമയം വാഹനാപകടത്തിൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് മരിച്ചിരുന്നുവെന്ന് ഡ്രൈവർ പറഞ്ഞു. ലോറി ട്രാക്ക് മാറിയതുകൊണ്ടാണ് പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ടത്. അപ്പോൾ അതുവഴി പോയ ഒരു മുതലാളിയുടെ കാറിലാണ് അച്ഛനെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും ഡ്രൈവർ ഒരു മാധ്യമത്തോട് പറഞ്ഞു. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പേ തന്നെ ഡാഡി ഞങ്ങളെ വിട്ടുപോയി. ഡ്രൈവർ സീറ്റിന് പുറകിലായിരുന്നു ഡാഡി. ഷൈൻ ചേട്ടൻ ഏറ്റവും പുറകിലാണ് ഇരുന്നത്. ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിൽ ഡാഡിയെ വിളിക്കുമ്പോൾ ചെറിയ പ്രതികരണങ്ങളുണ്ടായിരുന്നു. ആശുപത്രി എത്താറായപ്പോൾ തന്നെ മിണ്ടാതെയായി. അതോടെ ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം പോയി.